നമുക്ക് അസൈൻമെൻറ്റ് 6-ലെ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. അല്ലേ, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇതിലെ ഡൊമെയിനും റേഞ്ചും ഒന്ന് നോക്കൂ. ഇവിടെ എക്സ് വാല്യൂസ്, ഇൻപുട്ടുകൾ, അതാണ് ഡൊമെയിനായിട്ട് വരിക. അല്ലേ, ഇവിടെ -4 മുതൽ 4 വരെയാണ് ഗ്രാഫ് ഉള്ളത്. അല്ലേ, ഇവിടുന്ന് അങ്ങോട്ടുള്ള വാല്യൂസിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഇങ്ങോട്ടുള്ള വാല്യൂസും ഇല്ല. -4 മുതൽ 4 വരെയാണ് ഗ്രാഫ് കിടക്കുന്നത്. അപ്പോൾ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ. അല്ലേ, -4 ഉൾപ്പെടെയാണ്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -4 പിന്നെ റേഞ്ച് ഈസ് ഈക്വൽ ടു ദെൻ 0 to 4 വരെ. അല്ലേ, y ആക്സിലാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക, അതാണ് റേഞ്ചായിട്ട് വരിക. അല്ലേ, 0 മുതൽ 4 വരെ. സോ ദാറ്റ് ഈസ് ആൾസോ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 4. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ f of x equal to greatest integer function x, then find value of 3.7, 0.8, -1.5. 3 ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ ഫസ്റ്റ് വൺ, അതിൽ ഗ്രേറ്റസ്റ്റ് ഇൻ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ 3.7, അതിലെ 3.7ൻ്റെ തൊട്ട് ബാക്കിലുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ അത് എത്രയായിരിക്കും? 3 ആയിരിക്കും. അല്ലെ, തൊട്ട് ബാക്കിലുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ 3 ആണ്. 0.08 എന്ന് പറഞ്ഞാൽ ഇവിടെ 0.8 ആണെങ്കിൽ തൊട്ട് ബാക്കിലുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ ഏതായിരിക്കും? 0 ആയിരിക്കും. 1 ഇവിടെയല്ലേ ഉണ്ടാവുക. 1ന് ബാക്കിൽ 0.8, അതിന് പിന്നിലുള്ള ഇൻറ്റിജർ, വലിയ ഇൻറ്റിജർ 0 ആണ്. അല്ലേ, ഇനി -1.5, ഇതിലെ -1.5 എന്ന് പറയുമ്പോൾ ഇവിടെ -1 ഉണ്ടാവും, ബാക്കിൽ -1.5 ഉണ്ടാവും, തൊട്ട് ബാക്കിൽ -2 ഉണ്ടാവും. അല്ലേ, ബാക്കിൽ ഏറ്റവും വലിയ ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ -2. ഓക്കെ, ഇനി 8.0 ഇങ്ങനെ വരികയാണെങ്കിലോ 8 തന്നെയാണ് ആൻസർ. അത് ഇത് തൊട്ട് ബാക്കിൽ നോക്കാൻ പാടില്ല, ഇത് ഇൻറ്റിജറിന് മുകളിൽ തന്നെ വാല്യൂ കിടക്കുന്നത്. അപ്പോൾ ആ സെയിം ആൻസർ തന്നെ വരിക. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x plus 3 divided by x minus 5 ഈസ്, അത് ഓപ്ഷൻസ് റിയൽ നമ്പേഴ്സ് 3നെ ഒഴിവാക്കി, -3നെ ഒഴിവാക്കി, റിയൽ നമ്പേഴ്സ് -5, റിയൽ നമ്പേഴ്സ് സെറ്റ് -3, 5. ഇതിലേതാണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ? ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. അല്ലേ, ഡിനോമിനേറ്റർ 0 വരുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇവിടെ ഏത് നമ്പർ കൊടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ 0 വരിക നോക്കിയാൽ പോരെ? ഏതാ? 5 കൊടുക്കുമ്പോൾ. അല്ലേ, അപ്പോൾ റിയൽ നമ്പേഴ്സ്, എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കാം ഇവിടെ, പക്ഷേ 5 കൊടുക്കാൻ പാടില്ല. 5നെ ഒഴിവാക്കണം. ഏതാ പോയി ആൻസർ വരിക? തേർഡ് വൺ, ഇതായിരിക്കും ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നും ചെയ്ത് നോക്കാം. ഫസ്റ്റ് f of x equal to 1/x - 5 ആണ്. തൊട്ട് മുമ്പിൽ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ ഇവിടെയും ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. അല്ലേ, 5 കൊടുക്കുമ്പോഴാണ് ഡിനോമിനേറ്ററിൽ 0 വരിക. അപ്പോൾ 5നെ ഡൊമൈൻ ഒഴിവാക്കണം. അപ്പോൾ ഡൊമൈൻ ഈസ് ഈക്വൽ ടു എല്ലാ റിയൽ നമ്പേഴ്സിനും കൊടുക്കാം, 5നെ ഒഴിവാക്കിയാൽ മതി. റെഡി. ഇനി റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ഡൊമൈൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂ നോക്കേണ്ടത്. അല്ലേ, എക്സിന് എന്ത് കൊടുക്കാൻ പാടില്ല. ഇനി റേഞ്ച് കിട്ടാൻ വൈക്ക് എന്ത് വരാൻ പാടില്ല എന്നാണ് വരിക. അല്ലേ, വൈക്ക് എന്ത് വരില്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ y ഈസ് ഈക്വൽ ടു 1/x - 5. പിന്നെ y എന്ന് കൊടുത്താൽ മതി. f of x കൊടുക്കുന്നു, y കൊടുക്കുന്നു, സെയിം തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി പ്രോസസ്സിങ് എളുപ്പം y എഴുതലാണ്. അതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി y എഴുതുന്നുള്ളൂ. f of x എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, y എഴുതാനാണ് കുറച്ച് സൗകര്യം, അത്രേ ഉള്ളൂ ഇവിടെ. ഇനി y ഇൻറ്റു x - 5 ഈസ് ഈക്വൽ ടു 1. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ yx - 5y ഈസ് ഈക്വൽ ടു 1. ദെൻ yx ഈസ് ഈക്വൽ ടു 1 - 5y. റൈറ്റ് വരുമ്പോൾ +5 ആവും, 5y. ദെൻ x ഈസ് ഈക്വൽ ടു 1 + 5y/y. അല്ലേ, ഇപ്പോൾ ഇവിടെ y 0 വരില്ല എന്നാക്കണം. റെഡി. അപ്പം r - സെറ്റ് 0 ഇവിടെ കൊടുക്കാൻ പാടില്ല, 0 വരില്ല എന്നർത്ഥത്തിലാണ്. ഇതാണ് നമ്മുടെ റേഞ്ച്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെയും ഡൊമെയിൻ പറയാൻ വളരെ ഈസിയാണ്. ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ മൈനസ് അല്ലേ 2 കൊടുക്കാൻ പാടില്ല. 2 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. 2 ഒഴിവാക്കണം. റേഞ്ച് പറയാനോ y ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2 മൈനസ് എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y ഇൻറ്റു 2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ക്രോസ് ഓപ്പൺ ചെയ്യുമ്പോൾ 2y മൈനസ് വൈ എക്സ് പ്ലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് ഔട്ട് സൈഡ് എടുക്കാം. നേരത്തെ ഒരു എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ് ഔട്ട് സൈഡ് എടുക്കാൻ മാത്രം ഇല്ല, ഒരു എക്സേ ഉള്ളൂ. ഇവിടെ 2 സൈഡ് എക്സ് ഉണ്ട്. അപ്പോൾ എല്ലാ എക്സും ഒരുമിച്ച് എഴുതണം. അപ്പോൾ ഇവിടെ മൈനസ് വൈ അല്ലേ, ഇവിടെ മൈനസ് വൈ ഉണ്ടാവും. ഇവിടെ എക്സ് റൈറ്റ് സൈഡിലാണ്, പിന്നോട്ട് വരുമ്പോൾ മൈനസ് എക്സ് ആവും. ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ -1 ബാക്കി ഉണ്ടാവും അല്ലേ. ബാക്കോട്ട് വരണ്ടേ ആദ്യം. ഓക്കെ, 2y ആഡ് ചെയ്യാനാണ്. റൈറ്റിൽ പോകുമ്പോൾ -2y ആവും. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു -2y ബൈ -y -1. അപ്പോൾ ഇവിടെ റേഞ്ച് പറയുമ്പോൾ ആർ മൈനസ് ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവുക? വൈക്ക് -1 കൊടുക്കണം അല്ലേ. വൈക്ക് -1 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 അല്ലേ. -1 പിന്നെ -1 +1 ഉണ്ടാവും. +1ഉം -1ഉം 0. റെഡി. ഡൊമെയിനുമായി റേഞ്ചുമായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെയും ഡൊമെയിൻ പറയാൻ ഈസിയാണ്. ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ മൈനസ് ഇവിടെ -2 കൊടുത്താൽ ഡിനോമിനേറ്റർ 0. അപ്പോൾ -2 ഒഴിവാക്കണം. ദെൻ റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ബൈ എക്സ് പ്ലസ് 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3. റെഡി. ഇനി എക്സ് ഔട്ട് സൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ y ആണ് ബാക്കി വരിക. ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ -1 ആവും. ഇവിടെ 3 ബാലൻസ് ഉണ്ടാവും. ഇവിടെ 2y ബാലൻസ് ഉണ്ടാവും. ആ റൈറ്റിലേക്ക് വരുമ്പോൾ -2y ആയി. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 3 - 2y ബൈ y -1 അല്ലേ. ഡിവൈഡ് ചെയ്യണം. മൾട്ടിപ്ലൈയാണ്, ഡിവൈഡ് ചെയ്യാം. ദെൻ ഇവിടെ റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ആർ മൈനസ് അല്ലേ 1 വരാം. 1 വരില്ല. എസ് 1 അവിടെ വരില്ല. 1 വന്നാൽ 0 ആയി പോകും. ഇതാണ് റേഞ്ച്. അപ്പോൾ എല്ലാ പ്രോബ്ലത്തിൻ്റെയും റേഞ്ചും ഡൊമൈനുമായി. 5th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൂട്ട് ഓഫ് 9 - x. ഇതിൽ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ ഡിനോമിനേറ്റർ ആയിരുന്നു പ്രശ്നം. ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. ഡൊമൈൻ ഡൊമൈൻ എഴുതുന്ന സമയത്ത് റൂട്ടിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല അല്ലേ. റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ റിയൽ സിസ്റ്റത്തിൽ നിന്ന് മാറി കോംപ്ലക്സ് സിസ്റ്റത്തിലേക്ക് പോകും. റിയൽ നമ്പേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല. റൂട്ടിനകത്ത് പോസിറ്റീവ് വരാൻ പാടുള്ളൂ. 0യും വരാം. അപ്പോൾ ഇവിടെ ഡൊമൈൻ്റെ കാര്യം പറയുമ്പോൾ 9 - x പോസിറ്റീവ് ആവണം, നോൺ നെഗറ്റീവ് ആവണം. പോസിറ്റീവ് ആവണം എന്നല്ല, നോൺ നെഗറ്റീവ് ആവണം എന്നാണ് പറയണ്ടേ. പോസിറ്റീവ് ആവണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ 0 വരില്ല. അപ്പോൾ അത് പറയേണ്ട രീതി ഇങ്ങനെയാണ്, നോൺ നെഗറ്റീവ് ആവണം. അതായത് >0 ആവണം. അപ്പോൾ ഇവിടെ 9 > x എന്ന് എഴുതാം അല്ലേ. -x x ആക്കി വരും. തിരിച്ച് പറയാം, x <= 9 ഇങ്ങനെയും പറയാം. രണ്ട് സെയിം തന്നെയല്ലേ അല്ലേ. എക്സിൻ്റെ വാല്യൂ 9നേക്കാളും ചെറുതാവണം, 9ഉം ആവാം. അപ്പോൾ ഡൊമൈൻ ഇങ്ങനെ എഴുതാം. ഡൊമൈൻ ഈസ് ഈക്വൽ ടു 9നേക്കാൾ എത്ര ചെറിയ നമ്പറും കൊടുക്കാം അല്ലേ. അപ്പോൾ -∞ മുതൽ 9 വരെ കൊടുക്കാം. ഇവിടെ നോക്കിക്കോളൂ അല്ലേ. 9 കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. ഇവിടെ 10 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 10 കൊടുത്താൽ നെഗറ്റീവ് ആവും. 11 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 9ൻ്റെ മേലെ ഒരു നമ്പർ കൊടുക്കാൻ പാടില്ല. 9 മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ. 9ൻ്റെ താഴെ ഏത് നമ്പറും കൊടുക്കാം. -9 കൊടുക്കാൻ പറ്റുമോ? ഓ കൊടുക്കാമല്ലോ. -9 കൊടുത്താൽ 18 ആവുക, പ്രശ്നമൊന്നുമില്ല. -10 കൊടുക്കാൻ പറ്റുമോ? അതിനും കുഴപ്പമില്ല. -10 കൊടുത്താൽ 18 വരിക, അവിടെ 19 വരിക അല്ലേ. അപ്പോൾ ഇവിടെ എത്ര വലിയ നെഗറ്റീവ് നമ്പർ എത്ര വലുതും കൊടുക്കാം. -1000 -1 lakh 10 lakh ഒക്കെ കൊടുക്കാം. എത്രയും കൊടുക്കാം. മൈനസ് പ്ലസ് ആവും, അതുകൊണ്ട് പ്രശ്നമല്ല.
ഇനി റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴോ, അതായത് ഇവിടെ കൊടുക്കും നോക്കൂ, ഏറ്റവും ചെറിയ നമ്പർ അല്ല ഏറ്റവും വലിയ നമ്പർ 9 ആണ്. 9 കൊടുത്താൽ എന്താ സംഭവിക്കുക? 0 ആയി പോകും അല്ലേ, 0. ഇനി 9നേക്കാളും ചെറുത് കൊടുക്കുമ്പോഴോ, ഇവിടെ 8 കൊടുക്കാം അല്ലേ. 8 കൊടുത്താൽ റൂട്ടിൻ്റെ വാല്യൂ വലുതാവുക ചെയ്യുക. അപ്പം റൂട്ടിൻ്റെ ആൻസർ ഏറ്റവും ചെറുത് വരുന്നത് 9 കൊടുക്കുമ്പോഴാണ്. 9 കൊടുത്താൽ 9 - 9 0 ആവും. ഇനി ഇതേപോലെ മൈനസ് വലിയ നമ്പർ കൊടുത്താലോ, മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ വലിയ ആൻസർ കിട്ടും അല്ലേ, വലിയ ആൻസർ കിട്ടും. ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ ആൻസർ കിട്ടുക. കാരണം എന്താ, 2 മൈനസ് ഒരുമിച്ച് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ എത്ര ചെറുത് കൊടുക്കുന്നോ അത്ര വലുത് കിട്ടും. എത്ര ചെറുത് കൊടുക്കുന്നോ അത്ര വലുത് കിട്ടും എന്ന് പറഞ്ഞാൽ അത്ര വലുതെന്ന് പറയാൻ എത്രയും വലുതാവും. അപ്പോൾ ഇൻഫിനിറ്റി വരെ പോകാം അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഇപ്പോൾ റേഞ്ചും ഡൊമൈനുമായി. ഇനി അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. റൂട്ട് ഓഫ് x - 1. ഇവിടെ -x ആണ്, ഇവിടെ +x ആണ്. രണ്ടിനും ഓരോ എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ഒരു സ്റ്റൈലിലൊക്കെ നമുക്ക് വരുള്ളൂ. ഇനി ഇവിടെയോ ഡൊമൈൻ്റെ കാര്യം പറയുമ്പോൾ x - 1 പോസിറ്റീവ് ആവണം, അതായത് നോൺ നെഗറ്റീവ് ആവണം, > 0 ആവണം. അപ്പോൾ ഇവിടെ x അല്ലേ -1 1 ആവും. ക്ലിയറാണ്. ഡൊമൈൻ പറയുമ്പോൾ ഡൊമൈൻ്റെ കാര്യം 1നേക്കാൾ മേലെ വരാം അല്ലേ, 1 മേലെ എന്തും ആവാം, 1 ഉൾപ്പെടെ. ഇവിടെ തിരിച്ചാണ്, ഇവിടെ 1 മേലോട്ടാണ്, ഇത് 9 വരെയാണ്. ഉണ്ടോ, രണ്ട് എക്സാമ്പിളും ഡിഫറെൻ്റ് ആണ്. രണ്ടും ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി റേഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴോ, റേഞ്ചിൻ്റെ കാര്യം ഇവിടെ 1 കൊടുത്താൽ എന്താവും, 0 ആവും. പിന്നെ 2 കൊടുത്താലോ കുറച്ച് വലിയ ആൻസർ കിട്ടും. 3 കൊടുത്താലോ ഒരു വലിയ ആൻസർ കിട്ടും. ഇൻഫിനിറ്റി ഒരേ കൊടുക്കാം, ഇൻഫിനിറ്റി കൊടുത്താൽ അത്ര വലിയ ആൻസർ കിട്ടും. അപ്പോൾ അതേപോലെ ചെറിയ ആൻസർ 0 ആണ്, ഇൻഫിനിറ്റി വരെ വരാം. ഇൻഫിനിറ്റി ബ്രാക്കറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കണം, ഓപ്പൺ ബ്രാക്കറ്റാണ് വരാം. ഈ സൈഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റുമാണ്. ഡൊമൈനും റേഞ്ചുമായി. ഈ 5th ക്വസ്റ്റ്യൻ തന്നെ 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. നോക്കൂ, ഒന്ന് 9 - x², അതിൽ 3rd ക്വസ്റ്റ്യനാണ്. 9 - x². ഇവിടെ സാധാരണ ചെയ്യുന്ന പോലെ റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല എന്നതുകൊണ്ട് ഇങ്ങനെ എഴുതാം, > 0 എന്ന് എഴുതാം. ഇതും അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാൻ കഴിയും x² എന്ന് അല്ലേ, -x² ഇങ്ങനെ എഴുതി. ഇങ്ങനെ എഴുതാം, രണ്ടും സെയിം ആണ്. x² ലെഫ്റ്റ് സൈഡ് എഴുതുമ്പോൾ നമുക്ക് കുറച്ചൊരു കംഫർട്ട് ഫീൽ ചെയ്യും, അതുകൊണ്ട് അങ്ങനെ എഴുതുന്നത്. x² < 9. ഇനി നോക്കൂ, x² വാല്യൂ ആണ്. അപ്പോൾ എക്സിൻ്റെ ഫോമിൽ ആക്കണം. നേരത്തെ ഓൾറെഡി എക്സിൻ്റെ ഫോമിലായിരുന്നു, അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇവിടെ x² ഫോമിലുള്ളത് ഇതിൻ്റെ x² എക്സിൻ്റെ ഫോമിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ആലോചിച്ചാൽ മതി. റൂട്ട് എടുക്കൊന്നും വേണ്ട. റൂട്ട് എടുത്ത് നമുക്ക് കിട്ടും +3 - 3 എന്ന് കിട്ടും അല്ലേ. അതിന് തന്നെ ബോർഡർ വരിക. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, x² വാല്യൂ 9നേക്കാളും ചെറുതാവണം. അങ്ങനെ ഒന്ന് ഉൾക്കൊണ്ട് നോക്കൂ, അതാണ് കുറച്ച് നല്ലത്. x² വാല്യൂ നേരത്തെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നോക്കൂ, ഇവിടെ റൂട്ട് 9 - x കേസ് പറയുമ്പോൾ ഇവിടെ 9 - x > 0 ആവണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സുകൊണ്ടൊന്ന് ആലോചിക്കണം. ഇങ്ങനെ എഴുതുന്നതിന് മുമ്പായിട്ട് ഇവിടെ 9ൻ്റെ വാല്യൂ അല്ല എക്സിൻ്റെ വാല്യൂ 9നേക്കാളും ചെറുതാവണം. എക്സിൻ്റെ വാല്യൂ 9നേക്കാളും ചെറുതാവണം. ഇങ്ങനെ ആൻസർ അതിൽ കിട്ടുക. അങ്ങനെ ഒരു ഇങ്ങനെ എഴുതി മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കൂ, ഇത് പോസിറ്റീവ് ആവണം. അപ്പോൾ എക്സിന് 9നേക്കാളും ചെറുത് കൊടുക്കണ്ടേ? 9നേക്കാളും ചെറുത് കൊടുത്താലല്ലേ ഇവിടെ പോസിറ്റീവ് ആവുള്ളൂ അല്ലേ. അങ്ങനെ ചിന്തിച്ച് നോക്കൂ അല്ലേ. എക്സിന് 9നേക്കാളും ചെറുതാവണം. ആ രീതിയിലുള്ള ആലോചിച്ച് നോക്കൂ. ഇവിടെ x² ആണ്, സ്ക്വയർ 9നേക്കാളും ചെറുതാവണം. ഒരു 4 എടുത്ത് നോക്കൂ, എക്സിന് 4 എടുത്ത് നോക്കൂ, സ്ക്വയർ ചെയ്യുമ്പോൾ 16 ആവും. അപ്പോൾ 9നേക്കാളും ചെറുതല്ല, 9നേക്കാളും വലുതാവുക. എക്സിന് 2 എടുത്ത് നോക്കൂ, 2² 4 ആവും. അത് കറക്റ്റാണ്, 9നേക്കാളും ചെറുതാണ് അല്ലേ. അങ്ങനെ കൊടുത്ത് നോക്കൂ. ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കണേ. ഞാൻ വരയ്ക്കുമ്പോൾ
ഇവിടെ ഒന്ന് റൂട്ട് എടുക്കുമ്പോൾ -3 + 3 എന്നുള്ളൊരു ഐഡിയ ഇവിടെ നിന്ന് കുറച്ച് കിട്ടും. ഇനി ഇതിനിടയിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, റാഷണലും ഇറാഷണൽ നമ്പേഴ്സൊക്കെ ഉണ്ട്. ഏത് നമ്പർ കൊടുത്താലും ഇതിൻ്റെ ഇടയിൽ ഏത് നമ്പർ കൊടുത്തു നോക്കൂ. 3ന് ചെറുതും -3ൻ്റെ വലുതുമായിട്ടുള്ള ഏത് നമ്പറും കൊടുത്തു നോക്കൂ. കൊടുത്തു നോക്കൂ. 0 കൊടുത്താലും കുഴപ്പമില്ല അല്ലേ, സ്കോർ ചെയ്യുമ്പോൾ ഞാനേക്കാൾ ചെറുതാണ്. -3 കൊടുത്താലും കുഴപ്പമില്ല, -3 കൊടുത്ത് സ്കോർ ചെയ്യുമ്പോൾ ഞാൻ തന്നെ വരും, <<= ആണല്ലോ, അപ്പോൾ ഞാൻ വരാം. 3 കൊടുത്തു നോക്കൂ, കുഴപ്പമില്ല, ഞാൻ വരാം. 2 കൊടുത്തു നോക്കൂ, 4 ആവും, കുഴപ്പമില്ല. അപ്പോൾ ഇതിന് ഇടയ്ക്കുള്ള ഏതും കൊടുക്കാം അല്ലേ, ഇതിന് ഇടയിലുള്ള ഏത് വാല്യൂം കൊടുക്കാം നമുക്ക് ഇവിടെ. അതാണ് ഡൊമൈൻ. സോ ഡൊമൈൻ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ബ്രാക്കറ്റ് -3 3. ഓക്കെ, ഇനി അതിൻ്റെ റേഞ്ചിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. റേഞ്ച് ഇതില്ലേ, ഈ ഡൊമൈൻ ഇവിടെ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഫങ്ഷൻ, ഈ വാല്യൂ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരിക, അതല്ല നമുക്ക് വേണ്ടത്, അതല്ലേ റേഞ്ച്. അപ്പോൾ ഇവിടെ -3 കൊടുത്തു നോക്കൂ. -3 കൊടുത്താൽ സ്കോർ ചെയ്യുമ്പോൾ 9 ആവും, 9 - 9 0 ആവും. 3 കൊടുത്തു നോക്കൂ, 3 കൊടുത്താലും 9 ആവും, 9 - 9 0 ആവും. -3 കൊടുത്താലും 3 കൊടുത്താലും 0 വരിക. ഇനി അതിനിടയിലുള്ള കുറേ വാല്യൂസ് ഉണ്ടല്ലോ. 2 കൊടുത്തു നോക്കൂ, 9 - 4 അല്ലേ. -2 കൊടുത്തു നോക്കൂ, 9 - 4. അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തു വന്നാലും ഇവിടുന്ന് ഇങ്ങനെ കൊടുത്തു വന്നാലും സ്കോർ ചെയ്യുമ്പോൾ കറക്റ്റാണ് അല്ലേ. ഇനി 0 കൊടുത്തു നോക്കൂ, 9 - 0 അല്ലേ. 9 - 0 എന്നാൽ 9 തന്നെ, അതിലെ വലുത് അല്ലേ. 9 - 0 9 ആണ്. √9 എന്ന് പറഞ്ഞാൽ എന്താ വരിക, +√9 എന്ന് പറഞ്ഞാൽ 3 ആണ്. √9ൻ്റെ വാല്യൂ 3 ആണ്. ±√9 ആണ്, +or-3 ആവുക. √9 എന്ന് പറഞ്ഞാൽ +or-3 എന്ന് എഴുതരുത്, തെറ്റാണ്. √9ൻ്റെ വാല്യൂ 3 ആണ്, ±√9 ആണ്, +or-3. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് നോക്കൂ. 3 കൊടുത്താൽ ഇവിടെ 9 - 0 ആവും. 0 കൊടുത്തു കഴിഞ്ഞാൽ 9 - 0 9 ആവും. അപ്പോൾ √9 3 ആണ്. അപ്പോൾ 3 ആയിരിക്കും കൊടുത്ത വലിയ വാല്യൂ, 3 to 0 വരെ വരും അല്ലേ റേഞ്ച്. ഇതിലെ 4th ക്വസ്റ്റ്യൻ, √(x²- 4). ഇവിടെ ഡൊമൈൻ പറയുമ്പോൾ ഈസിയാണ്. (x²- 4) പോസിറ്റീവ് എന്ന് എടുത്താൽ മതി. ഇവിടെ (x² > 4) എന്ന് എഴുതാം. നേരത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. നേരത്തെ ക്വസ്റ്റ്യൻ 9 - (x²) ആയിരുന്നു, ഇവിടെ (x² - 4) എന്നാണ്. റെഡി. നേരത്തെ 9 ആണ്, ഇവിടെ 4 ആണ്. മാത്രമല്ല ഇവിടെ -(x²) ആണ്, ഇവിടെ +(x²) ആണ്. ഓക്കെ, രണ്ട് തരം ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വേറെ ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയും. അപ്പോൾ (x² > 4) എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. എക്സിന് വേഗം വാല്യൂ കൊടുക്കുന്നതിന് മുമ്പ് (x²ൻ്റെ വാല്യൂ 4-നേക്കാൾ വലുതാവണമെന്നാണ്. 4-നേക്കാൾ വലുതാവണമെന്നാണ്. നേരെ തിരിച്ചായിരുന്നു. (x²ൻ്റെ വാല്യൂ 9-നേക്കാളും ചെറുതാവണമെന്നായിരുന്നു. ഇവിടെ (x²ൻ്റെ വാല്യൂ വലുതാവണമെന്നാണ്. അപ്പോൾ നോക്കൂ, റൂട്ട് എടുക്കുമ്പോൾ -2 + 2 വരും. ഇപ്പോൾ -2 + 2. ഇനി ഇതിനിടയിലുള്ള വാല്യൂ ഒന്ന് കൊടുത്തു നോക്കൂ. 0 ഉണ്ടാവും, 2 ഉണ്ടാവും, -2 ഉണ്ടാവും. 0 ഒന്ന് കൊടുത്തു നോക്കൂ. 0² 0 ആണ്. 4-നേക്കാൾ വലുതാണോ? അല്ല. 1 കൊടുത്തു നോക്കൂ. 1² 1 തന്നെ. 1 എന്ന് പറഞ്ഞാൽ 4-നേക്കാൾ വലുതാണോ? അല്ല. അപ്പോൾ ഇതിനിടയിൽ ഏത് വാല്യൂ കൊടുത്തു നോക്കൂ. -2ൻ്റെയും +2ൻ്റെയും അടുക്കള ഏത് വാല്യൂ കൊടുത്തു നോക്കൂ. അത് 4-നേക്കാളും ചെറുതാവുക അല്ലേ. 2 കൊടുത്താൽ കുഴപ്പമില്ല, 4 ആവും, ഈക്വലാണ്. -2 കൊടുത്താലും കുഴപ്പമില്ല, 4 ആവും, ഈക്വലാണ്. ഈക്വൽ എന്നുള്ള ഒരു
ഐഡിയ ഇവിടെ വരാം, കുഴപ്പമില്ല. ഇനി അപ്പം 2ന് അങ്ങോട്ടുള്ള കൊടുത്തു നോക്കൂ, 3 കൊടുത്തു നോക്കൂ, ഓക്കെ സാറ്റിസ്ഫൈഡ് ആണ്. 4 എടുത്തു നോക്കൂ, 4 സ്ക്വയർ 16 ആവും, കുഴപ്പമില്ല അല്ലേ, 4നേക്കാൾ വലുതാണ്. ഇനി ഇങ്ങോട്ടുള്ള കൊടുത്തു നോക്കൂ, ഒരു -3 കൊടുത്തു നോക്കൂ, -3 സ്ക്വയർ 9 ആവും, 9 4നേക്കാൾ വലുതല്ലേ. അപ്പോൾ -2നേക്കാളും ചെറിയ വാല്യൂസും കൊടുക്കാം, 2നേക്കാളും വലിയ വാല്യൂസും കൊടുക്കാം, അപ്പോഴൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. നേരത്തെ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസാണ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുക, ഇപ്പോൾ ഇതിന് പുറമെയുള്ള വാല്യൂസാണ് സാറ്റിസ്ഫൈഡ് ആവുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു -2നേക്കാളും ചെറുതാവാം, 2നേക്കാളും വലുതാവാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇതിനിടയ്ക്കുള്ള വരാൻ പാടില്ല എന്ന് പറയാം അല്ലേ, ഇതിനിടയിലുള്ളത് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും നിങ്ങൾക്ക് ഇങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ പറയാം -∞ മുതൽ 2 വരെ വരാം, -∞ മുതൽ -2 വരെ വരാം, -2 ഉൾപ്പെടെ വരാം. പിന്നെ 2 മുതൽ ∞ വരെ അങ്ങോട്ടും പോകാം അല്ലേ, യൂണിയൻ എടുത്താൽ മതി, 2 വന്നില്ലേ. അല്ലെങ്കിൽ എങ്ങനെ പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റിയൽ നമ്പേഴ്സും വരാം, ഇതൊഴിച്ച് അല്ലേ, ഈ ഇൻ്റർവൽ ഒഴിച്ച് ബാക്കിയൊക്കെ വരാം. അപ്പോൾ എല്ലാം വരാം, എല്ലാ റിയൽ നമ്പറും വരാം, ഈ ഇൻ്റർവൽ ഉള്ളിലുള്ളത് ഒഴിച്ച്, 2ൻ്റെ അകത്തുള്ളതും -2ൻ്റെ അകത്തുള്ളത് ഒഴിച്ച്. അപ്പോൾ ഉള്ളിലത്തെ ഒഴിവാക്കേണ്ടേ ഉള്ളൂ, 2നെ ഒഴിവാക്കരുത്, -2നെ ഒഴിവാക്കരുത് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ നോക്കൂ, 2 - 2 ഇങ്ങനെ എഴുതിയാൽ എന്താ അർത്ഥം? -2നെയും 2നെയും ഒഴിവാക്കി, അതിനകത്തുള്ള ഒഴിവാക്കി. ഇങ്ങനെ എഴുതിയാൽ നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണെങ്കിലോ അകത്തുള്ള മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, അത്ര ഒഴിവാക്കേണ്ടിയുള്ളൂ. എന്താ കാരണം? -2 നമുക്ക് വേണം, 2 നമുക്ക് വേണം, അതിനൊഴിവാക്കാൻ പാടില്ല, അതിൻ്റെ അകത്തുള്ള മാത്രം ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെ 2 രീതിയിൽ എഴുതാം. ഇനി അതിൻ്റെ റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലോ, റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ വാല്യൂസ് കൊടുത്തു നോക്കാം അല്ലേ. ഇനി ഈ വാല്യൂസ് കൊടുക്കുക, ഈ ലൈനെ നോക്കിയാൽ മതി, അത് കുറച്ച് എളുപ്പം. നോക്കൂ, ഇവിടെ എത്ര വലിയ വാല്യൂ കൊടുക്കാൻ നോക്കൂ, എത്ര വലിയ വാല്യൂ കൂടെ കൊടുക്കാം, എത്ര വലിയ വാല്യൂം കൊടുക്കാം. വലിയ വാല്യൂ കൊടുക്കുന്നത് സ്കോർ ചെയ്യുമ്പോൾ വലിയ ആൻസർ കിട്ടും, അപ്പോൾ ∞ വരെ പോകും. 2 കൊടുത്ത് നോക്കൂ, 2 കൊടുത്താൽ 2 സ്ക്വയർ -4 0. അപ്പോൾ 0 മുതൽ എത്ര വലിയ ആൻസർ കിട്ടും. ഇവിടെ ഈസിയായിട്ട് പറയാം 0 മുതൽ ∞ വരെ എന്നുള്ളത്. ∞ ബ്രാക്കറ്റ് ഓപ്പൺ ആണ്, ശ്രദ്ധിക്കുക. ഇതാണ് റേഞ്ച്. ഇതിലെ 4th ക്വസ്റ്റ്യൻ, √(x²-4). ഇവിടെ ഡൊമൈൻ പറയുമ്പോൾ ഈസിയാണ്, (x²-4) പോസിറ്റീവ് എന്ന് എടുത്താൽ മതി. ഇവിടെ (x² > 4) എന്ന് എഴുതാം. നേരത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. നേരത്തെ ക്വസ്റ്റ്യൻ 9 - (x²) ആയിരുന്നു, ഇവിടെ (x² - 4) എന്നാണ്. റെഡി? നേരത്തെ 9 ആണ്, ഇവിടെ 4 ആണ്. മാത്രമല്ല ഇവിടെ -(x²) ആണ്, ഇവിടെ +(x²) ആണ്. ഓക്കെ, 2 തരം ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വേറെ ഏത് ക്വസ്റ്റ്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ (x² > 4) എന്ന് എഴുതി. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. എക്സിന് വേഗം വാല്യൂ കൊടുക്കുന്നതിന് മുമ്പ് (x²) വാല്യൂ 4നേക്കാൾ വലുതാവണമെന്നാണ്. 4നേക്കാൾ വലുതാവണമെന്നാണ്. നേരെ തിരിച്ചായിരുന്നു, (x² വാല്യൂ 9നേക്കാളും ചെറുതാവണമെന്നായിരുന്നു. ഇവിടെ (x² വാല്യൂ വലുതാവണമെന്നാണ്. അപ്പോൾ നോക്കൂ, റൂട്ട് എടുക്കുമ്പോൾ -2 + 2 വരും. ഇപ്പോൾ -2 + 2. ഇനി ഇതിനിടയിലുള്ള വാല്യൂ ഒന്ന് കൊടുത്തു നോക്കൂ. 0 ഉണ്ടാവും, 2 ഉണ്ടാവും, -2 ഉണ്ടാവും. 0 ഒന്ന് കൊടുത്തു നോക്കൂ, 0² 0 ആണ്. 4നേക്കാൾ വലുതാണോ? അല്ല. 1 കൊടുത്തു നോക്കൂ, 1² 1 തന്നെ. 1 എന്ന് പറഞ്ഞാൽ 4നേക്കാൾ വലുതാണോ? അല്ല. അപ്പോൾ ഇതിനിടയിൽ ഏത് വാല്യൂ കൊടുത്തു നോക്കൂ, -2ൻ്റെയും +2ൻ്റെയും അടുക്കള ഏത് വാല്യൂ കൊടുത്തു നോക്കൂ, അത് 4നേക്കാളും ചെറുതാവുക അല്ലേ. 2 കൊടുത്താൽ കുഴപ്പമില്ല, 4 ആവും, ഈക്വലാണ്. -2 കൊടുത്താലും കുഴപ്പമില്ല, 4 ആവും, ഈക്വലാണ്. ഈക്വൽ എന്നുള്ള ഒരു ഐഡിയ ഇവിടെ വരാം, കുഴപ്പമില്ല. ഇനി അപ്പം 2ന് അങ്ങോട്ടുള്ള കൊടുത്തു നോക്കൂ, 3 കൊടുത്തു നോക്കൂ, ഓക്കെ സാറ്റിസ്ഫൈഡ് ആണ്. 4 എടുത്തു നോക്കൂ, 4² 16 ആവും, കുഴപ്പമില്ല അല്ലേ, 4നേക്കാൾ വലുതാണ്. ഇനി ഇങ്ങോട്ടുള്ള കൊടുത്തു നോക്കൂ,
ഒരു -3 കൊടുത്തു നോക്കൂ, -3² 9 ആവും. 9 4നേക്കാൾ വലുതല്ലേ. അപ്പോൾ -2നേക്കാളും ചെറിയ വാല്യൂസും കൊടുക്കാം, 2നേക്കാളും വലിയ വാല്യൂസും കൊടുക്കാം. അപ്പോഴൊക്കെ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. നേരത്തെ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസാണ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുക, ഇപ്പോൾ ഇതിന് പുറമെയുള്ള വാല്യൂസാണ് സാറ്റിസ്ഫൈഡ് ആവുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു -2നേക്കാളും ചെറുതാവാം, 2നേക്കാളും വലുതാവാം. അപ്പോൾ എങ്ങനെ എഴുതാം? ഇതിനിടയ്ക്കുള്ള വരാൻ പാടില്ല എന്ന് പറയാം അല്ലേ. ഇതിനിടയിലുള്ളത് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും നിങ്ങൾക്ക് ഇങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ പറയാം, -∞ മുതൽ 2 വരെ വരാം, -∞ മുതൽ -2 വരെ വരാം, -2 ഉൾപ്പെടെ വരാം. പിന്നെ 2 മുതൽ ∞ വരെ അങ്ങോട്ടും പോകാം അല്ലേ. യൂണിയൻ എടുത്താൽ മതി, 2 വന്നില്ലേ. അല്ലെങ്കിൽ എങ്ങനെ പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റിയൽ നമ്പേഴ്സും വരാം, ഇതൊഴിച്ച് അല്ലേ, ഈ ഇൻ്റർവെൽ ഒഴിച്ച് ബാക്കിയൊക്കെ വരാം. അപ്പോൾ എല്ലാം വരാം, എല്ലാ റിയൽ നമ്പറും വരാം, ഈ ഇൻ്റർവെൽ ഉള്ളിലുള്ളത് ഒഴിച്ച്. 2ൻ്റെ അകത്തുള്ളതും -2ൻ്റെ അകത്തുള്ളത് ഒഴിച്ച്. അപ്പോൾ ഉള്ളിലത്തെ ഒഴിവാക്കേണ്ടേ ഉള്ളൂ, 2നെ ഒഴിവാക്കരുത്, -2നെ ഒഴിവാക്കരുത് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ നോക്കൂ, 2 - 2 ഇങ്ങനെ എഴുതിയാൽ എന്താ അർത്ഥം? -2നെയും 2നെയും ഒഴിവാക്കി, അതിനകത്തുള്ള ഒഴിവാക്കി. ഇങ്ങനെ എഴുതിയാൽ നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാണെങ്കിലോ അകത്തുള്ള മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, അത്ര ഒഴിവാക്കേണ്ടിയുള്ളൂ. എന്താ കാരണം? -2 നമുക്ക് വേണം, 2 നമുക്ക് വേണം, അതിനൊഴിവാക്കാൻ പാടില്ല. അതിൻ്റെ അകത്തുള്ള മാത്രം ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെ 2 രീതിയിൽ എഴുതാം. ഇനി അതിൻ്റെ റേഞ്ചിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലോ, റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ വാല്യൂസ് കൊടുത്തു നോക്കാം അല്ലേ. ഇനി ഈ വാല്യൂസ് കൊടുക്കുക, ഈ ലൈനെ നോക്കിയാൽ മതി, അതാണ് കുറച്ച് എളുപ്പം. നോക്കൂ, ഇവിടെ എത്ര വലിയ വാല്യൂ കൊടുക്കാൻ നോക്കൂ, എത്ര വലിയ വാല്യൂ ഇവിടെ കൊടുക്കാം, എത്ര വലിയ വാല്യൂയും കൊടുക്കാം. വലിയ വാല്യൂ കൊടുക്കുന്നത് സ്കോർ ചെയ്യുമ്പോൾ വലിയ ആൻസർ കിട്ടും. അപ്പോൾ ∞ വരെ പോകും. 2 കൊടുത്ത് നോക്കൂ, 2 കൊടുത്താൽ 2² - 4 0. അപ്പോൾ 0 മുതൽ എത്ര വലിയ ആൻസർ കിട്ടും. ഇവിടെ ഈസിയായിട്ട് പറയാം 0 മുതൽ ∞ വരെ എന്നുള്ളത്. ∞ ബ്രാക്കറ്റ് ഓപ്പൺ ആണ്, ശ്രദ്ധിക്കുക. 6th question, domain of real valued function f of x equal to x minus 3 by x square minus x minus 6. ഇതിൽ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല, അത് തന്നെയാണ് ഇവിടെ കോൺസെപ്റ്റ് അല്ലേ. ഡൊമൈൻ പറയുമ്പോൾ റേഞ്ച് ഇവിടെ ചോദിച്ചിട്ടില്ല, ഡൊമൈൻ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ ഡൊമൈൻ പറയുമ്പോൾ x² - x - 6 0 വരാൻ പാടില്ല. എപ്പോഴാണ് 0 വരിക? അപ്പോൾ 0 വരില്ല എപ്പോഴാണെന്നുള്ളത് 0 കൊടുത്തു നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക്കേഷനായി, ക്വാഡ്രാറ്റിക്കേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. x is equal to -b + or - √b² - 4ac by 2a വെച്ചിട്ട് അങ്ങ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ -b എന്ന് പറയുമ്പോൾ +b -1 ആണ്, -b എന്ന് വരുമ്പോൾ 1 ആവും. 1 + or - b², 1² മൈനസും പ്ലസ് ആവും. 4 × 6 24 ആയി by 2a 2. സോ 1 + or - 25 √5 by 2. സോ 6/2 എന്ന് പറഞ്ഞാൽ 3 ആയി, -4/2 എന്ന് പറയുമ്പോൾ -2 അല്ലേ. ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ -6, ആഡ് ചെയ്താൽ -1 കിട്ടുന്ന 2 നമ്പേഴ്സ് എടുത്തിട്ട് ചെയ്യാം അല്ലേ, ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ x - 2x + 3 അല്ല, x + 2x - 3 ഒന്ന് ആലോചിച്ച് നോക്കൂ. 2ഉം 3 മൾട്ടിപ്ലൈ ചെയ്താൽ -6 കിട്ടും, 2 ആഡ് ചെയ്താൽ -1 കിട്ടും. ഇങ്ങനെയും പറയാം. ഇവിടുന്ന് പറയാം 0 ആയതുകൊണ്ട് x is equal to -2 എന്ന് പറയാം. x equal to -2, x equal to 3, x equal to 3 ഇവിടെ കിട്ടും. ഇങ്ങനെയും കിട്ടും. എങ്ങനെയും ചെയ്യാം, 2 രീതിയും ചെയ്യാം. ഡൊമൈൻ്റെ കേസാണ് ഇവിടെ ചോദിച്ചത്. ഡൊമൈൻ ഈസ് ഈക്വൽ ടു എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കാം, ഇതൊഴിച്ച് അല്ലേ. അപ്പോൾ ഇത് മനസ്സിലാൽ മതി. -2 നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ 2 സെറ്റ് ബ്രാക്കറ്റിലിടണം. 3 - 2 ഇതാണ് ഇവിടുത്തെ ഡൊമൈൻ. ഇനി കൂടുതൽ കാര്യം പറയട്ടെ. ഇവിടെ x - 3 ഉണ്ട് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിന് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അല്ലേ, എന്തിന് ഫാക്ടറൈസേഷൻ എന്ന് പറയാം, 2 എഴുതുകയാണെങ്കിൽ
x+2 ഇൻറ്റു എക്സ് മൈനസ് 3. ഇവിടെ ആൻസറായിട്ടോ, ആൻസറായി ഫിനിഷായി. എക്സ്ട്രാ ഒരു കാര്യം പറയാണ്, ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ എക്സ് മൈനസ് ത്രീ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അവിടെ -2 മാത്രം എഴുതിയാൽ പോരെന്ന് സംശയം ഉണ്ടാവും. പോരാ. ഇങ്ങനെയാണ് ഫങ്ഷൻ തന്നതെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല എന്നൊരു ഐഡിയ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ 3 കൂടെ കൊടുത്താൽ പ്രശ്നമല്ലേ? 3 എന്ന നമ്പറോട് കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും, ന്യൂമറേറ്റർ 0, ഡിനോമിനേറ്റർ 0. അപ്പം അത് ഡിഫൈൻഡ് ആവില്ല. ഇങ്ങനെ ഒഴിവാക്കണം. ഓക്കെ, ഇങ്ങനെ മാത്രം തന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ മാത്രം തന്നാൽ നമുക്ക് -2 മാത്രം ഒഴിവാക്കിയാൽ മതി. പക്ഷെ ഇങ്ങനെ തന്ന സ്ഥിതിക്ക് ഡിനോമിനേറ്ററിൽ ഈ നമ്പർ ഉണ്ടാവും. അപ്പോൾ അതിന് ഒഴിവാക്കൽ നിർബന്ധമാണ്. ക്യാൻസൽ ചെയ്യാന്നുള്ള സംഗതി അവിടെ വേറെ പ്രശ്നമുണ്ട്. എക്സിന് 3 കൊടുക്കുമ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എക്സിന് 3 കൊടുക്കുന്ന സമയത്ത് ഇവിടെ ക്യാൻസലേഷൻ പോസിബിൾ അല്ല. 3 കൊടുത്താൽ എന്താ അർത്ഥം? 0 ആവും. 0 അങ്ങനെ വെട്ടാൻ പാടില്ല. അങ്ങനെ ഒരു മാത്തമാറ്റിക്സ് ഇല്ല. ഓക്കെ, 3 അല്ലാത്ത സമയത്തൊക്കെ ക്യാൻസൽ ചെയ്യാം. 3 കൊടുക്കുന്ന സമയത്ത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അവിടെ 3 ഒഴിവാക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ഇങ്ങനെ വന്നാലും രണ്ടും സെയിം തന്നെയാണ്. ഈ 2 രീതി വന്നാലും 3 ഒഴിവാക്കണം, -2 ഒഴിവാക്കണം. ഇങ്ങനെ തന്നതെങ്കിൽ -2 മാത്രം ഒഴിവാക്കിയാൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f(x) mod (x-3) ഇതേ ഷേപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് f(x) mod (x/x). സിഗ്നം ഫംഗ്ഷൻ പൂർത്തിയാവണമെങ്കിൽ ഇത്ര മാത്രമല്ല ഉണ്ടാവുക. അതിൽ ഇത് എക്സ് ≠0 കേസാണ്, x =0 കേസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 0 ആണ്. രണ്ടും കൂടിയതാണ് സിഗ്നം ഫംഗ്ഷൻ. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വന്നിരുന്നത് ആണോ? എക്സ് ഇവിടെ പോസിറ്റീവ് ആവുമ്പോൾ ഇവിടെ 1 ആവും അല്ലേ? 1 x/x ആവും. x/x ആകുമ്പോൾ 1 ആവും. എപ്പോഴും 1 തന്നെയാണ്. എക്സ് നെഗറ്റീവ് ആവുമ്പോഴോ, അതായത് ഇവിടെ 1 -1 0 ഇങ്ങനെ വന്നിരുന്നത് അല്ലേ? ഇവിടെ എക്സ് പോസിറ്റീവ് ആകുമ്പോഴാണ്, എക്സ് നെഗറ്റീവ് ആകുമ്പോഴാണ്, ഇത് എക്സ് 0 ആകുമ്പോഴാണ്. ഇനി എക്സ് നെഗറ്റീവ് ആകുമ്പോൾ -x/x സ്റ്റൈലിൽ വരിക. അപ്പം -1 വരിക. 1 -1. ഇവിടെ 2 സ്ഥലത്ത് ഹോൾ ഉണ്ട്. കാരണം 0 ഫംഗ്ഷൻ ഇവിടെ തന്നെ ഡിഫൈൻഡ്, 0 തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ x/x ആ സ്റ്റൈലിലായതുകൊണ്ട് 1 -1 സ്റ്റൈലിൽ വരിക. 1 -1 വരിക. അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക അല്ലേ? x-3 അപ്പോൾ 1 വരും, അല്ലെങ്കിൽ -1 വരും. അതായത് മോഡൽസ് വരുമ്പം -x-3/x-3ൻ്റെ ഒരു ഐഡിയ വരും, x-3/x-3ൻ്റെ ഐഡിയയും വരും. രണ്ടും വരും. ഇങ്ങനെ വന്നാൽ 1 ആയി, ഇങ്ങനെ വന്നാൽ -1 ആയി. റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരുമ്പോൾ എപ്പോഴൊക്കെയാണ് 1 വരിക, എപ്പോഴൊക്കെയാണ് -1 വരിക എന്നുള്ളത് അറിയണം അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ ചേഞ്ച് വരുന്നത് നമുക്ക് നേരെ 0ൻ്റെ മുകളിലേക്ക് 0 താഴോട്ട്. 0 ആണ് ഇവിടുത്തെ ടേണിംഗ് പോയിൻറ്റ്. റെഡി? അതായത് ഡിനോമിനേറ്ററിൽ 0 വരുമ്പോഴാണ് പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. ഇവിടെ നോക്കൂ, ഡിനോമിനേറ്ററിൽ എപ്പോഴാണ് 0 വരിക അല്ലേ? 3 കൊടുക്കുമ്പോഴാണ്. ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കൂ, അങ്ങനെ തന്നെ അല്ലേ? ഇതാ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ഇവിടെ 1 2 3 4 ഗ്രാഫ് നോക്കൂ. ഇവിടെ 3ൻ്റെ മുകളിലുള്ള ഒരു വാല്യൂ കൊടുത്താൽ 4 5 6 അങ്ങനത്തെ കൊടുത്തു നോക്കൂ. നിങ്ങൾ കൊടുത്തു നോക്കൂ. ഇവിടെ 4 5 6 കൊടുത്താൽ താഴെ പോസിറ്റീവായി.
അല്ലേ? മേലെയും പോസിറ്റീവായി, മേലെ ഓൾറെഡി പോസിറ്റീവാണ്, റെഡി അല്ലേ? അപ്പം പോസിറ്റീവ് ബൈ പോസിറ്റീവ് വരും. എപ്പം 3-നേക്കാളും മുകളിൽ കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 3-നേക്കാളും മുകളിലാവുമ്പോൾ 3 കൊടുക്കാൻ പാടില്ല. 3 കൊടുത്താൽ ഡിഫൈൻഡ് അല്ല. 3 അവിടെ കൊടുക്കാൻ തന്നെ പാടില്ല. 3ൻ്റെ കാര്യമാണ് സംസാരിക്കാൻ തന്നെ പാടില്ല. 3 കൊടുത്താൽ അത് 0 ആവും. അപ്പോൾ സംസാരിക്കാൻ തന്നെ പാടില്ല. 3-നേക്കാൾ മുകളിൽ കൊടുത്ത് എന്തും കൊടുക്കാം, കുഴപ്പമില്ല. 3-നേക്കാൾ മുകളിൽ കൊടുക്കുമ്പോൾ താഴെ പോസിറ്റീവും മേലെ ഓൾറെഡി പോസിറ്റീവാണ്. ഓക്കെ, അപ്പം 1 വരും. അപ്പോൾ 3 ആണ് ഇവിടുത്തെ ടേണിംഗ് പോയിൻറ്റ്. ഇവിടെ 3 കൊടുക്കാൻ പാടില്ല. 3ന് നേരെ ഹോളാണ്. ഹോൾ എന്ന് പറഞ്ഞാൽ 3ൽ ഡിഫൈൻഡ് അല്ല എന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ, 1 ആവും. ഈ 3-നേക്കാളും ചെറിയ വാല്യൂ കൊടുക്കുമ്പോഴോ ഇവിടെ 3-നേക്കാളും ചെറുത് കൊടുത്താൽ എന്താ വരിക? താഴെ നെഗറ്റീവ് ആവും അല്ലേ? മേലെ ഓൾറെഡി പോസിറ്റീവാണ്, താഴെ നെഗറ്റീവ് ആവും. അപ്പോൾ -1 ആവും അല്ലേ? അപ്പം എക്സിൻ്റെ വാല്യൂ 3-നേക്കാളും ചെറുതാവുമ്പോൾ -1 ആവുക. ഓക്കെ, 3ൽ ഡിഫൈൻഡ് അല്ല, ഓർഡർ -1 വരും. 3ൽ ഡിഫൈൻഡ് അല്ല, അപ്പോൾ 3ൻ്റെ കാര്യം സംസാരിക്കുക വേണ്ട. നേരത്തെ സിഗ്നം ഫംഗ്ഷനിലാണെങ്കിൽ, തൊട്ട് മുമ്പ് ഇവിടെ ഇത് സിഗ്നം ഫംഗ്ഷനിലാണെങ്കിൽ 0ൽ പ്രത്യേകം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡിഫൈൻഡ് ആണ്. ഇവിടെ പ്രത്യേകം ഡിഫൈൻഡ് അല്ല. എല്ലാ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരണം. ഇവിടെ എക്സ് നോട്ട് ഈക്വൽ 3, എക്സ് ഈക്വൽ 3ൽ പ്രത്യേകം പറയണം. അങ്ങനെ ക്വസ്റ്റ്യൻ പറയാത്തതുകൊണ്ട് അത് ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ 3ൽ ഡിഫൈൻഡ് അല്ല. 3 ഡിഫൈൻഡ് അല്ല എന്ന് പറയാൻ അപ്പോൾ ഡൊമൈൻ അതിന് ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ ഡൊമൈൻ പറയുമ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും കൊടുക്കാം. 3നെ ഒഴിവാക്കണം. 3യുടെ കാര്യം ഇവിടെ ഡൊമൈനിൽ പറയുന്നില്ല, പ്രത്യേകം പറഞ്ഞിട്ടില്ല. അപ്പോൾ 3നെ ഒഴിവാക്കണം. പ്രത്യേകം പറഞ്ഞാൽ പിന്നെ 3നെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് സിഗ്നം ഫംഗ്ഷന് |x/x ഇവിടെ 0 ഉണ്ട്. ഇവിടെ എക്സ് നോട്ട് ഈക്വൽ 0, എക്സ് ഈക്വൽ 0ൻ്റെ കേസ് പ്രത്യേകം പറയുന്നുണ്ട്. എക്സ് ഈക്വൽ 0ക്ക് 0 ആണ് വാല്യൂ. ഇവിടെ എക്സ് ഈക്വൽ 0 കൊടുക്കാൻ പാടില്ല, ഡിഫൈൻഡ് അല്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ റിയൽ നമ്പേഴ്സും ഡിഫൈൻഡ് ആണ്. ഇവിടെ എല്ലാ റിയൽ നമ്പേഴ്സും ഡിഫൈൻഡ് അല്ല, 3ന് ഡിഫൈൻഡ് അല്ല. അപ്പോൾ 3നെ ഒഴിവാക്കണം. റെഡി. ഇനി റേഞ്ചോ ഇവിടെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ -1ഉം 1ഉം മാത്രം അല്ലേ, വേറൊന്നുമില്ല. ഓക്കെ, -1ഉം 1ഉം മാത്രം. ഓക്കെ, ഇതിനെ ഫംഗ്ഷനെ മാറ്റി എഴുതി എങ്ങനെയായിരുന്നു നോക്കൂ. x-3/3, അതായത് ഇവിടെ പോസിറ്റീവ് 1 ആവും. എപ്പോൾ 3-നേക്കാളും 3 കൊടുക്കാൻ പാടില്ല, 3-നേക്കാളും വലുതാകുമ്പോൾ -1 ആവും, 3-നേക്കാളും ചെറുതാകുമ്പോൾ. ഇതാണ് ഈ ഫംഗ്ഷൻ. ഇതിനെങ്ങനെ എഴുതാം? ഇങ്ങനെ ഗ്രാഫ് വരക്കാം. ഡൊമൈൻ റേഞ്ചുമായി. 7th ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ ഇവിടെ നോക്കൂ. ഇവിടെയും ഡൊമൈനും റേഞ്ചും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രാഫ് വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, തൊട്ട് മുമ്പിലെ ക്വസ്റ്റ്യനിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നൊരു വേർഡ് ഉപയോഗിച്ചിരുന്നു അല്ലേ? ഇതും റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ റിയൽ നമ്പേഴ്സാണ് എന്നാണ്. ഏത് നമ്പറും വരാം. ചിലതൊക്കെ ഒഴിവാക്കേണ്ടി വരും, ഡിനോമിനേറ്റർ 0 എന്ന കേസ്, അല്ലെങ്കിൽ റൂട്ടിനകത്ത് നെഗറ്റീവ് എന്ന കേസൊക്കെ. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് പറഞ്ഞാൽ ഉദ്ദേശം അതിൽ വരുന്ന ഔട്ട്പുട്ടുകൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എല്ലാ റിയൽ നമ്പറും വരുന്നില്ല, റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഔട്ട്പുട്ടും ഇൻപുട്ടും. റെഡി. ഇനി ഇവിടെ ഇതും റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. അതായത് ഔട്ട്പുട്ട് റിയൽ നമ്പേഴ്സാണ് 1ഉം 2ഉം. ഇൻറ്റിജേഴ്സുമാണ്, നാച്ചുറൽ നമ്പറുമാണ് ഇവിടെ. ഇവിടെയോ എല്ലാ നമ്പേഴ്സും വരും. ഇതാണ് ഇവിടെ ഇൻപുട്ട്, ഇതാണ് ഔട്ട്പുട്ട്. ഇനി ഈ കേസിൽ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ഡൊമൈൻ റേഞ്ച് എഴുതാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? ഡൊമൈൻ ഇവിടെ വളരെ ഡിഫൈൻഡ് ആണ്. എല്ലാ നമ്പേഴ്സും കൊടുക്കുന്നുണ്ട്. 0 താഴെയുണ്ട്, 0 മുകളിലുണ്ട്, 0 ഉണ്ട്. എൻ്റെ റിയൽ നമ്പേഴ്സ് വേഗം പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, -∞ എന്നുള്ളത്. റേഞ്ചിൻ്റെ കാര്യം വളരെ ഈസിയാണ്. ഇവിടെ തന്നിട്ടുണ്ട് 1ഉം 2 ആണ് അല്ലേ? അതൊന്നും വലിയ പ്രയാസമല്ല. ഗ്രാഫ് വരയ്ക്കുന്ന രീതിയോ
ഗ്രാഫ് 1ഉം 2ഉം ആണ് ഔട്ട്പുട്ട് വരുന്നത് അല്ലേ. 1ഉം 2ഉം ആണ് ഔട്ട്പുട്ട് വരുന്നത്. എപ്പോഴൊക്കെയാണ് 1 എപ്പോഴൊക്കെയാണ് 2 അല്ലേ. 0നേക്കാൾ ചെറുതാവുമ്പോൾ 2 ആണ്, 0നേക്കാളും ചെറുതാവുമ്പോൾ 2 ആണ് ആൻസർ വരിക. ഇനി 0നേക്കാൾ വലുതാവുമ്പോഴോ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ആൻസർ 1 ആണ്. ആൻസർ 1 ആണ്. ഇതില്ലേ 0 ഡിഫൈൻഡ് ആയത് ഇവിടെയാണ്. അപ്പോൾ 0 ഡിഫൈൻഡ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഒന്ന് ബോൾഡ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആണ് 0യിൽ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻഡ് ഇവിടെ അല്ല എന്ന്. ഓക്കെ, അതാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്. ഈ എഫ് എന്നൊക്കെ പറഞ്ഞത് ഒരു ഫംഗ്ഷന് പേര് കൊടുക്കുന്നുള്ളൂ, എപ്പോഴും എഫ് തന്നെ കൊടുക്കണമെന്നില്ല. ഫംഗ്ഷന് പേരാണ് എഫ് ജി എന്നൊക്കെ ഉള്ളത്, അത് ഏത് പേരും കൊടുക്കാം അവിടെ. ഇനി എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് ഉണ്ട്. ഇവിടെ ഫങ്ഷൻസ് തമ്മിലുള്ള ഓപ്പറേഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് അല്ലെങ്കിൽ സിംപ്ലി എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് ആഡ് ചെയ്യാൻ തന്നെയാണ്. സിംപ്ലി എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മീനിങ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് ആഡ് ചെയ്യാം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1ഉം ഇവിടെ എക്സ് പ്ലസ് 3 ആഡ് ചെയ്യുക. സിമ്പിൾ ആഡ് ചെയ്താൽ മതി, സിമ്പിൾ ഓപ്പറേഷനാണ്. എക്സ് സ്ക്വയർ പിന്നെ നോർമലി എക്സ് എഴുതും, പിന്നെ 3ഉം -1ഉം ഒന്ന് ആഡ് ചെയ്യുമ്പോൾ +2 കിട്ടും. ഇത്രയേ ഉള്ളൂ. അത് സെക്കൻഡ് വൺ എഫ് മൈനസ് ജി ആണ്. എഫ് മൈനസ് ജി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -1 ഇവിടെയുണ്ട്, മൈനസ് എക്സ് പ്ലസ് 3 ഇവിടെ ബ്രാക്കറ്റ് നിർബന്ധമാണ് മൈനസ് ആയതുകൊണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് -1 ഉണ്ട് -3 ഉണ്ട്, സോ -4 ആയി. അതിലെ തേർഡ് ക്വസ്റ്റ്യൻ എഫ് ഇൻറ്റു ജി ആണ്. എഫ് ഇൻറ്റു ജി അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് സ്ക്വയർ -1 ഇൻറ്റു എക്സ് പ്ലസ് 3 മൾട്ടിപ്ലൈ ആണ്, പോരുന്ന് മൾട്ടിപ്ലൈ ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് എന്നാവും. എക്സ് സ്ക്വയർ ഇൻറ്റു 3 എക്സ് സ്ക്വയർ പ്ലസ് ആണ് മൈനസ് എക്സ് 3 ഇൻറ്റു -1 -3. ഇത് സിംപ്ലിഫൈൻ്റെ ആവശ്യമില്ല, ആൾറെഡി ഇത് ഇത്രയേ ഉള്ളൂ, ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് ബൈ ജി അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ -1 ആണ്, ഇവിടെ എക്സ് പ്ലസ് 3. ഇവിടെ പ്രത്യേകം പറയണം ഡിനോമിനേറ്റർ 0 പാടില്ല, എക്സ് നോട്ട് ഈക്വൽ ടു -3. ഓക്കെ.